സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയെ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ തുടർന്ന ദിവസത്തിലായിരിക്കുമ്പോൾ ആരാധനയ്ക്ക് ശേഷമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കുവാൻ വളരെ പ്രതീക്ഷയോടെ നമുക്ക് സംസാരിക്കാം. മുഖവര കൂടാതെ തന്നെ സമയം വളരെ വൈകി പോയിരിക്കുന്നതുകൊണ്ട് വചനത്തിലൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. സോങ്സ് ഓഫ് സോങ് ചാപ്റ്റർ 1 വേഴ്സ് 6. ഉത്തമഗീതം 1:6. വായിക്കേ സൗണ്ടില്ലേ? എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറിച്ചു നോക്കരുത്. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി ഇല്ലെന്ന് പറഞ്ഞ് എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടമോ ഞാൻ കാത്തിട്ടില്ലതാണ്. സൂര്യൻകാരത്തി ശലോമോനോട് പറയുന്നൊരു ഭാഗമാണത്. അത് അവിടെ അനുഭവമാണ് എങ്കിലും അത് ശലോമോൻ്റെ അനുഭവമാണ്. അനേക തോട്ടങ്ങൾക്ക് ദൈവം ശലോമോനെ കാവലാക്കി, പക്ഷേ സ്വന്തം തോട്ടം കാക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രമേയം ഈ പ്രസംഗത്തിൻ്റെ. ചില ആഴ്ചകളെ നമ്മൾ ചിന്തിച്ചു വരികയാണ്. ഇന്ന് ആ ഒരു വിഷയം ഒന്ന് സമാപിപ്പിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. പക്ഷേ 2-3 ആഴ്ച പറയാനുള്ള കാര്യമുണ്ട്. എങ്കിലും സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ ഒക്കുമോ എന്ന് ശ്രമിക്കുകയാണ്. ശലോമോനെ അവനപ്പനെ ദാവീദിനെ പകരം ദൈവ രാജാവാക്കി. അവൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ബുദ്ധി തരണമെന്ന് പറഞ്ഞു. ദൈവം അവനെ ശബ്ദത്തിൽ വെളിപ്പെട്ട് വന്ന് ദൈവം അവനെ ചോദിച്ച ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ഇതുവരെ ഉണ്ടാകാത്ത സകല രാജാക്കന്മാരെക്കാളും ഇനി ഭാവിയിൽ ഉണ്ടാകാനുള്ള രാജാക്കന്മാരെക്കാളും വിശേഷമുള്ള ബുദ്ധി ജ്ഞാനവും ദൈവം ശലോമോന് കൊടുത്തു. അങ്ങനെ ശലോമോന് സ്പെഷ്യലായിട്ട് വളർന്നു വന്നു. അവനെ ദൈവത്തിൻ്റെ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരം എന്ന് ചോദിച്ചില്ല. അതുകൊണ്ട് ജ്ഞാനമുള്ള ഹൃദയം ഞാൻ നിനക്ക് തരാം. നിനക്ക് സമനായവൻ ഇനും ഉണ്ടായിട്ടില്ല, മേലാൽ ഉണ്ടാകത്തുമില്ല. അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും കൂടി ഞാൻ നിനക്ക് തരുന്നു. ഒരു രാജാവും നിനക്ക് സമനാകയില്ല. ദീർഘായുസ് ഞാൻ തരും. ഇങ്ങനെയുള്ള ഒത്തിരി വാഗ്ദത്തങ്ങൾ ശലോമോനെ ദൈവം കൊടുത്തു. മനുഷ്യൻ കൊടുത്താൽ അളന്നു കൊടുക്കും, ദൈവം കൊടുത്താൽ അളവില്ലാതെ കൊടുക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ദൈവം നമുക്ക് തരുന്നതാണ് ഏറ്റവും വലുത്. മനുഷ്യ തന്ന 10 പേരോട് പറയും, അതിൽ അവർക്ക് ഉറക്കം വരത്തില്ല. മനുഷ്യ തന്നാൽ കുറിച്ചിടും. ഒരപ്പന് മോനെ പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന അപ്പനെ ഒരിക്കലും മോൻ വന്ന് പറഞ്ഞു, ഞാൻ ഇത്രയും രൂപ തന്നതിൽ പണ്ടത്തെ കാലത്ത് മണി ഓർഡറിൻ്റെ കൂപ്പൺ എടുത്ത് വെച്ചിരിക്കുക, ഇത്രയും കട്ടെ. എന്നിട്ട് അപ്പൻ്റെ മുമ്പോട്ട് എറിഞ്ഞു കൊടുത്തേച്ച് പറഞ്ഞു, ഇതെല്ലാം ഞാൻ തന്നതെന്ന് പറഞ്ഞു. അപ്പൻ ചമ്മിപ്പോയി. കാരണം പേടിച്ചങ്ങ് ഉപയോഗിച്ചു പോയി. ഇതിന് അവനിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നൊന്നും വിചാരിച്ചില്ല. ഓർത്തോണം, മനുഷ്യനായാലും അപ്പനായാലും അമ്മയായാലും അമ്മയെ സഹോദരങ്ങളാണെങ്കിൽ തന്നാൽ എല്ലാ അളവുണ്ട്. ദൈവം തരുന്നതിന് ഒരളവും ഇല്ല. ഉറക്കൊരു സ്തോത്രം പറഞ്ഞേ. അമ്മ നമ്മ ദൈവത്തെ പറഞ്ഞു, ദൈവമേ എനിക്ക് അളവില്ലാതെ തരണേന്ന് നിങ്ങളൊന്ന് പറയണം. ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് അളവില്ലാതെ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട്ലെസ് ആയിട്ട്. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സൊന്നും എനിക്കറിയത്തില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം തരാൻ തുടങ്ങി അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. കൈ അടിച്ചുറക്കൊരു സ്തോത്രം പറഞ്ഞോ. ദൈവം തരാൻ തുടങ്ങിയാൽ ആർക്കും അതിനെ തടയാൻ കഴിയത്തില്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പോൾ ആ ബുദ്ധി ലഭിച്ചതായ ശലോമോൻ ആദ്യം ചെയ്ത കാര്യം, അവൻ യഹോവയ്ക്ക് ആലയം പണിയുകയായിരുന്നു. യഹോവയ്ക്ക് ആലയം പണിയും. ബുദ്ധിമാന്മാർ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കും. മനുഷ്യരാണെങ്കിൽ എന്തു ചെയ്യും? അവരുടെ കാര്യത്തിന് 1-ാം സ്ഥാനം കൊടുക്കും. പക്ഷെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവൻ്റെ ബാക്കിയുള്ള കാര്യമെല്ലാം ദൈവം നടത്തി തരും. ശലോമോൻ ദേവാലയം പണിതു 7 വർഷം കൊണ്ട്. പക്ഷേ അവൻ്റെ വീട് പണിയാൻ 13 വർഷം എടുത്തു. ഞാൻ എൻ്റെ തൊണ്ടയിൽ അല്പം അടച്ചിരിക്കുക, അതുകൊണ്ട് ശാന്തമായി പറയുന്നത് നിങ്ങളുടെ ഗൗരവം കുറയ്ക്കല്ലെന്ന് ഓർപ്പിക്കുകയാണ്. ആലയം പണിയാൻ 7 വർഷം എടുത്തു. പക്ഷെങ്കിൽ ഒരു വീട് പണിയാൻ 13 വർഷം എടുത്തു. 7 വർഷത്തെ ആലയം പണി സൂപ്പറായിരുന്നുകൊണ്ട് ദൈവം തീരുമാനിച്ചു, അതിനേക്കാൾ സൂപ്പറായ ഒരു വീട് ഞാൻ കൊടുക്കാമെന്ന്. പിടികിട്ടിയില്ലായിരിക്കും അല്ലേ? നീ ദൈവത്തിൻ്റെ കാര്യം അങ്ങോട്ട് നോക്കുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ ദൈവം. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ കാര്യമല്ല ആദ്യം നോക്കും, പിന്നെ അവസാനം
കയറിയ 10 രൂപ സ്വതന്ത്രം അയച്ചു വിടും. അതാണ് നമ്മുടെ പരിപാടി. പക്ഷെ ദൈവത്തിൻ്റെ പരിപാടി അങ്ങനെയല്ല. ദൈവത്തിന് ഏറ്റവും മേത്തരമായി കൊടുത്തു കഴിയുമ്പോൾ അത് സ്വർഗത്തിൽ നിന്ന് നമുക്ക് നോക്കുന്നുണ്ട്. പള്ളിയിൽ ആളുകൾ തിങ്ങിക്കൂടി ആരാധന കൊണ്ടിരിക്കുകയാണ്. ഒരു പാവം പഠിച്ച സ്ത്രീയെ, അവൾക്ക് ആകെ 2 കാശേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെ ദേവാലയത്തിൽ വന്ന വലിയ വലിയ ആളുകളെ അമ്മ വലിയ വലിയ തുകകളിട്ടപ്പോൾ എവർ വന്ന് കുനി വന്ന് ആരും കാണാതെ 2 കാശുകളുടെ കയ്യിലിങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുക, ആരും കാണാതെ. അങ്ങനല്ലേ ചെറിയ നോട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് നാണകേടുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, അതൊന്ന് കവർ ചെയ്യും, ആരും കാണാതിരിക്കാനായിട്ട് അങ്ങ് അത്തോട്ടങ്ങ് ഇടും. ഞാൻ എത്ര ഇട്ടെന്ന് ആരും അറിയില്ലേ. അങ്ങനെ അവൾ ആരും കാണാതെ വളരെ ശാന്തമായിട്ട് ഞാൻ അങ്കത്തോട്ടങ്ങ് ഇട്ട കഴിഞ്ഞ ഉടനെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. അവിടെ കൈക്കകത്ത് പൈസ യേശു സ്കാൻ ചെയ്തു. അത് കർത്താവിന് മനസ്സിലായി. കർത്താവ് പറയുകയാണ്, ആമേൻ, അവൾക്കുള്ളതെല്ലാം അവൾ ഇട്ടെന്ന്. ആ 2 കാശ് കണ്ട കർത്താവ് നിന്റെ അവസ്ഥ അറിയുന്നവനാണ്. ചിലർ പറയുന്ന പാസ്റ്റർ 1 ലക്ഷം കിട്ടിയിട്ട് കൊടുക്കാമെന്ന്. അല്ല ആൻറ്റി, കിട്ടിയിട്ട് കൊടുക്കാനിരിക്കേണ്ട, ഉള്ളത് കൊടുത്തു തുടങ്ങ്. അല്പത്തിൽ വിശ്വസ്തനെയാണ് ദൈവം അധികത്തിന് വിചാരകനാക്കുന്നത്. ഉള്ളത് കൊടുത്തു തുടങ്ങുമ്പോൾ ബാക്കി ദൈവം മാനിക്കും. ആദ്യത്തെ പ്രവാചകന് കൊടുക്കാമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിപാടിയാണ്. കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഭരണിക്കകത്ത് ഒരു ചെറിയ ശബ്ദം, ചെറിയ സൗണ്ട്. എന്നാന്നറിയാമോ? ഉറവ. എന്താ ഉറവയാ? മാവിൻ്റെ ഉറവ, എണ്ണയുടെ ഉറവ. നീ ഇന്ന് പകൽ ചില സൗണ്ട് കേൾക്കാൻ പോകുകയാണ്. നീ അറിയാത്ത ചില അനുഭവത്തിൻ്റെ ഓർമ്മ നീ കാണാൻ പോകുകയാണ്. നിന്റെ ഒരു അനുഭവത്തിൻ്റെ പെരയായി മാറാൻ പോകുകയാണ്. നിന്റെ വീടൊരു വിടുതലിൻ്റെ വീടായി കാരം അടിച്ചൊരു സ്തോത്രം പറഞ്ഞു. നിനക്കുള്ളതിൻ്റെ ആദ്യം ദൈവത്തിന് കൊടുക്കുമ്പോൾ നിന്നെ മാനിക്കാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. കൊടുത്തോ ദൈവം മാനിക്കുക തന്നെ. മനുഷ്യരെ കല്ല് നീ കൊടുക്കുന്നത് ദൈവത്തിനാണ് കൊടുക്കുന്നത്. നീ സ്വാതന്ത്ര്യ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, അത് നിൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് പിന്നെ ആരുടെയാ? ദൈവത്തിൻ്റെതാ. മനുഷ്യരാരെങ്കിലും അത് മിസ്യൂസ് ചെയ്താൽ ദൈവം അവനോട് ചോദിക്കും. നിന്നൊക്കെ നന്മ കിട്ടും, അവന് ദോഷം വരും. അതുകൊണ്ട് ഓർക്കുക, നീ കൊടുത്തു കഴിയുമ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് പോയി, അത് ദൈവം ഏറ്റെടുത്തു. ആമേൻ. ഇന്ന് നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ടെന്ന് നീ ഓർത്തോണം. സമ്പന്നത വന്നിട്ട് കൊടുക്കാൻ ഇരിക്കല്ലേ, ഇല്ലായ്മയിൽ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അത്ഭുതങ്ങളുടെ പരമ്പരകൾ ദൈവം ചെയ്യും. ഉറക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ശലോമോനെ ദൈവം ജ്ഞാനം കൊണ്ട് പെട്ടെന്ന് പറയാൻ, ശലോമോൻ മഹാജ്ഞാനിയായിരുന്നു. അവന് യഹോവയ്ക്ക് ആലയം പണിതു. ഊഴിയവിചാരകർ 30,000 പേര്, ചുമട്ടുകാർ 70,000, കല്ലുവെട്ടുകാർ 80,000, കാര്യവിചാരകന്മാർ 3,300. അങ്ങനെ 1,83,000 ആളുകളെ ചേർത്തുകൊണ്ട് അവൻ യഹോവയ്ക്ക് ആലയം പണിതു. നിങ്ങൾക്കറിയാം, അവൻ യഹോവയ്ക്ക് ആലയം പണിതു. അത്ര മഹാനായൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ഏറ്റവും മേന്മയേറിയത് ചെയ്യുവാൻ ഇടയായി തീർന്നു. അവൻ വിശേഷമായ കല്ലുകൾ കൊണ്ടാണ് അവൻ ദൈവത്തിന് ആലയം ഉണ്ടാക്കിയത്. ദാവീദാണ് പ്ലാൻ തന്നെങ്കിലും അത് പൂർത്തീകരിക്കുവാൻ മകനായ ശലോമോനെ ദൈവം കരങ്ങളിലെടുത്തു. AD 2002 അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിച്ച്. ഇന്നത്തെ കണക്കനുസരിച്ച് 90,000 കോടി, ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു ആലയമാണ് ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി പണിതത്. അതിൻ്റെ ഏറിയ പങ്കു അവൻ്റെ അപ്പനായ ദാവീദ് സ്വരൂപിച്ച് വെച്ചതാണ് മകൻ്റെ കാലത്ത് ആലയം പണിയാനായിട്ട്. അപ്പൻ്റെ കാലത്ത് ദൈവത്തിന് വേണ്ടി ചിലത് മാറ്റിവെച്ചാൽ മകൻ്റെ കാലത്ത് അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ആമേൻ. ദൈവത്തിന് വേണ്ടി നീ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ നിന്റെ ഉദ്ദേശ ശുദ്ധിയെ മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. ഇത്രമാത്രം മനോഹരമായ ആലയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. 7 വർഷം കൊണ്ട് പണിത മനോഹരമായ ആലയം. ആമേൻ. ആ ആലയത്തിന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടാണ് ശലോമോൻ ആലയം പണിത്. അത് പണിത് കഴിഞ്ഞപ്പോൾ അവൻ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗവും അവൻ അർപ്പിച്ചു, ദൈവത്തിന് അർപ്പിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്തറിയാമോ? 22,000 കാളയെയും 1,20,000 ആടിനെയും സമാധാനയാഗം അർപ്പിച്ചു. പ്രതിഷ്ഠിച്ചപ്പോൾ 22,000 കാളയാണ് അർപ്പിച്ചത്. 1,20,000 ആടിനെ അവൻ അർപ്പിച്ച് ദൈവത്തിന് അവർ യാഗം കഴിച്ചു.
അവൻ ശലോമോൻ ഈ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം വിശദമായി പറയേണ്ടതാണെങ്കിലും ഇന്ന് വിഷയം തീർക്കാൻ വേണ്ടി ഞാൻ വളരെ പെട്ടെന്ന് അങ്ങ് സ്പീഡിൽ പറയുകയാണ്. ശ്രദ്ധിച്ചേക്കണം, ശലോമോൻ ഈ യാഗങ്ങളെല്ലാം കഴിച്ചിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവനെ ഹൃദയപൂർവ്വമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. ഒന്ന് രാജകപുസ്തകം 8:54 അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അടുത്ത എഴുതി ഒരു വാക്യം ഇങ്ങനെയാണ്: എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും അവൻ യാഗം കഴിച്ചു. മുമ്പേ പറഞ്ഞത് 1,20,000 ആടെന്നാ. ഇപ്പം പറഞ്ഞിരിക്കുന്നത് കേൾക്കണോ, എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെ യാഗം കഴിച്ചു. ഞാൻ നിങ്ങൾ ചോദിക്കുന്നു, ഇവിടെ വന്ന പിന്നെ നിങ്ങൾ എത്ര സ്തോത്രം പറഞ്ഞു? എണ്ണി നോക്കിക്കോ, നിങ്ങൾ എത്ര സ്തോത്രം പറഞ്ഞു? കൂടി വന്നാൽ 25 പറഞ്ഞു കാണും, അല്ലെ കൂടി വന്നാൽ 30 പറഞ്ഞു കാണും. പക്ഷേ ശലോമോൻ ചെയ്ത ആരാധന നമ്മുടെ ഇന്നത്തെ സ്തോത്രം പഴയത്തെ ആടിൻ്റെ കാളയുടെ യാഗമാണ്. ആമേൻ. പഴയ നിയമത്തിലെ യാഗങ്ങൾ ഇന്നത്തെ സ്തോത്രത്തിൽ സ്തുതിക്കും സമാനമാണെന്ന് ഞാൻ കഴിഞ്ഞ നിങ്ങളോട് പറയാനായിട്ട് ഇടയായി തീർന്നു. നോക്കണം, ഇത്രയും പണം ചെലവ് ചെയ്ത് 1,20,000 ആടിനെ യാഗം കഴിക്കാൻ, 20,000 കാളെ യാഗം കഴിക്കാനായിട്ട് ശലോമോൻ താല്പര്യപ്പെട്ടെങ്കിൽ അവൻ്റെ അകത്തെ ദൈവത്തോടുള്ള ആഗ്രഹം എത്രമാത്രം ഉണ്ടായിരുന്നു, ആരാധന മനോഭാവം എത്രമാത്രം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവസന്നിധി വരുമ്പോൾ എണ്ണവും കണക്കുമില്ലാതെ യാഗം കഴിക്കണം. ഞാൻ 2 സ്തോത്രം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ കൈയും കെട്ടി ഇരിക്കല്ലേ. ഞാൻ 15 മിനിറ്റ് നിന്ന് ആരാധിച്ചതാ പാസ്റ്ററെ, ഇനി ഞാൻ ചാരി എന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ചിന്തിക്കല്ലേ. ഇന്ന് പറഞ്ഞ ആത്മാവ് പറയുന്നു, എണ്ണവും കണക്കുമില്ലാതെ നീ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം പറയാൻ തുടങ്ങിയാൽ 1-2 സ്തോത്രം കൂടെ നിർത്തല്ലേ. എണ്ണവും കണക്കും ഇല്ലാതുള്ള ആരാധനക്കകത്ത് ഇറങ്ങി വരുന്നവനാ നമ്മുടെ ദൈവം. ഇസ്രായേലിന്റെ ദൈവം അവൻ സ്തുതികളിൽ മേൽ പറഞ്ഞാട്ടെ, അവൻ സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് നീ ഇന്ന് 5 പൈസ മുടക്കണ്ട അച്ഛാ, ഒരാടിനെ മേടിക്കണ്ട, ഒരു കാളെ മേടിക്കണ്ട, നിന്റെ കയ്യിലെ 5 പൈസ മുടക്കണ്ട. നിന്റെ നാവ് കൊണ്ട് സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവം പറയുന്നത്. നമ്മളിവിടെ ഒരു സ്വർണം കൊണ്ട് ഒരു സിംഹാസനം ഉണ്ടാക്കി ഇവിടെ ഇട്ടിട്ട് യേശുവേ അങ്ങ് വന്ന് സിംഹാസനം ഇരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഒരാളല്ല എൻ്റെ കർത്താവ്. പിന്നെ കർത്താവ് വന്നാൽ എവിടെ ഇരിക്കുന്നത്? ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ, അവൻ ഇരിക്കുന്ന സ്തുതികളുടെ പുറത്തായിരിക്കുന്നത്. എന്താ വാക്കി? നമ്മുടെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധൻ അവൻ എവിടെ? സ്തുതികളുമേൽ അധിവസിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ ദൈവം വരുമ്പോൾ എവിടെ ഇരിക്കേണ്ടത്? സ്തുതികളുടെ പുറത്താ. അപ്പം നീ സ്തുതി പറയുന്നില്ലെങ്കിൽ കർത്താവ് അങ്ങനെ കയറിപ്പോകും. ദൈവത്തിൻ്റെ വിഷയം ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ദൈവം ഇറങ്ങി വരും. മനസ്സിലാകുന്നുണ്ടോ? ഫ്ലൈറ്റ് ഇറങ്ങാനായിട്ട് എയർപോർട്ട് കറക്റ്റ് ആണെങ്കിൽ, ഹെലികോപ്റ്റർ ഇറങ്ങാൻ അതിൻ്റെ ഹെലിപ്പാഡ് കറക്റ്റ് ആണെങ്കിൽ അവിടെ ഇറങ്ങും. എവിടെയൊരു തടസ്സം ഉണ്ടെങ്കിൽ തിരിച്ചങ്ങ് പോകും. നീ ഇന്ന് ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം പറയാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ആരാധന ഇറങ്ങി വരും. യേശു ഇറങ്ങി വരണോ അതോ തിരിച്ചു പോകണോ എന്ന് നീ ആ തീരുമാനിക്കേണ്ടത്. യേശുവിന് ഇരിക്കാൻ കസേര കൊടുക്കേണ്ടത് നിന്റെ ചുമതലയാ. ആരാധനയ്ക്ക് യോഗ്യനായ, മഹത്വത്തിന് യോഗ്യനായ, സ്തുതിക്ക് യോഗ്യനായ പാസ്റ്റർമാർ പറയുമ്പോൾ മാത്രം സ്തോത്രം പറയുക, പാസ്റ്റർമാർ പറയുമ്പോൾ മാത്രം കൈയടിക്കുക, അതല്ല നമ്മുടെ രീതി. നമ്മൾ വരുമ്പോൾ തൊട്ട് പോകുന്നിടം വരെ അല്ല 24 മണിക്കൂർ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ ദൈവം സ്തുതികളിൽ മേൽ അധിവസിക്കുന്നവനാണ്. കാരണം ചോരക്ക് ഒരു സ്തോത്രം പറഞ്ഞ അല്പസമയങ്ങൾ എണ്ണവും കണക്കുമില്ലാതെ അവർ ദൈവത്തെ യാഗം ചെയ്ത് ആരാധിച്ചപ്പോൾ സംഭവിച്ച കാര്യം, ആലയം മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. 8-ാം അധ്യായത്തിൻ്റെ 10-11 വരെ 2-1 5-14 വായിപ്പിക്കാൻ സമയമില്ല. പുരോഹിതന്മാർക്ക് തമ്മിൽ കാണാൻ കഴിയാതെ വണ്ണം, അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ആലയം മേഘം കൊണ്ട് നിറഞ്ഞെന്ന്. ഇത്രയും ആരാധിച്ചാൽ മേഘം വരാതിരിക്കുമോ സഹോദരങ്ങളെ? ഇത്രയും ആടിനെ, കാളകളെ യാഗം അർപ്പിച്ച് അതിൻ്റെ സൗരഭ്യം മേപ്പോട്ട് പൊങ്ങിയ ദൈവത്തിൽ അടങ്ങിയിരിക്കാൻ ഒക്കുമോ? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയാം. പ്രേസണ്ടിൽ ദൈവമൊക്കെ തമ്മിൽ കാണാതെ വണ്ണം തേജസ് കൊണ്ട് ഈ ആലയം നിറയണം.
ഒരു ഞായറാഴ്ച തേജസ് ഇറങ്ങിയാൽ നീ പിന്നെ ആരാധനയ്ക്ക് വിളിക്കണ്ട, ആളുകൾ ഓടിക്കൂടുക തന്നെ ചെയ്യും. ഇവിടെ ജനസമുദ്രമായി മാറും. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? തേജസ് ഇറങ്ങുമ്പോൾ, അഭിഷേകം വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന് തേജസ്സുള്ള ദൈവ ആലയത്തെ മൂടുമ്പോൾ നീയും ആൾമാറിയവരായി മാറും. സ്തോത്ര സ്തോത്ര സ്തോത്ര. പെന്തക്കോസ്താലിൽ സിയോൻ മാളിക മുറിയിൽ 10-ാം ദിവസം, 1-ാം ദിവസം ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല. 10-ാം ദിവസമായപ്പോൾ പിള്ള നിൽക്കുന്ന അഗ്നി പെന്തക്കോസ്താൽ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അവര് അമ്മേൻ ഇരിക്കുമ്പോൾ പിള്ള നിൽക്കുന്ന അഗ്നിനാളൊക്കെ പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരും പതിഞ്ഞു. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ച് കൊടിയ കാറ്റടിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ അവർ 120 പേരാ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ യോഗം തീർന്നപ്പോൾ 3000 പേര് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പോസ്തലന്മാര് പോയി ആരെയും വിളിച്ചില്ല. തേജസ് ഇറങ്ങിയപ്പോൾ ആളുകൾ ഓടിക്കൂടി. പ്രേസന്റിൽ ദൈവം കഴിഞ്ഞാൽ ദൂതായി പറയാല്, ഇവിടെ തേജസ് ഇറങ്ങിയാൽ നീ ആരെയും വിളിക്കാൻ പോകണ്ട, ഇവിടെ ആളുകൾ ഓടിക്കൂടും. ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ വരും, വാർഡ് മെമ്പർമാർ വരും, ഇവിടുത്തെ പോലീസുകാർ വരും, ഇവിടുത്തെ പട്ടാളക്കാർ വരും, ഇവിടുത്തെ സമുദായ മേലധ്യക്ഷന്മാർ ഇവിടെ ആരാധനയ്ക്ക് വരും. കുപ്പായ്മറ്റ ബിഷപ്പന്മാർ ഇവിടെ ആരാധനയ്ക്ക് വരും. ഇവിടുത്തെ സ്നാനക്കുളത്തിൽ നിരന്തരമായ സ്നാനം നടക്കും. വല്ലതും പിടികിട്ടിയോ? ഇല്ലല്ലേ? വിശ്വാസം വരുന്നില്ല. തേജസ് ഇറങ്ങുമ്പോൾ ദൈവം ഇറങ്ങുകയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് നരേന്ദ്രമോദി വന്നപ്പോൾ മോഡി വരുന്നുണ്ട്, വരണേ വരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചില്ല. മോദി വന്നപ്പോൾ ആൾ ഇറച്ചി കയറി. എടാ, രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ ജനങ്ങളെ ഇറച്ചി കയറുമെങ്കിൽ സർവശക്തനായ ദൈവം വന്നാൽ എന്താ പരിപാടി? വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? ഇത് രാഷ്ട്രീയ നേതാവല്ല നമ്മുടെ ദൈവം, ഒരു മത നേതാവല്ല, ഒരു സമുദായ നേതാവല്ല, നമ്മുടെ ദൈവമാ. എന്റെ തന്നെ സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒന്നേ ഉള്ളൂ, എന്റെ ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ നമ്മുടെ സ്വന്തം പറയും, ഇവിടെ എന്തോ ഉണ്ടോ വെച്ചാ? ഭാര്യയുണ്ടോ? മരിച്ചു പോകത്തില്ലേ? ഭർത്താവുണ്ടോ? ഇന്ന് പോകത്തില്ലേ? പിള്ളേരുണ്ടോ? അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ലേ? ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ എന്നാ ഗുണം? കഴിഞ്ഞ ദിവസം ഒരു നോട്ട് കണ്ടു ഫേസ്ബുക്കിൽ. എന്തറിയാമോ? ഇവിടെയുള്ള പിള്ളേരും ചെറുപ്പക്കാരും എല്ലാം കെയർ ടേക്കേഴ്സായിട്ട് വിദേശ രാജ്യത്തേക്ക് പോവുക, പ്രായമുള്ളവരെ നോക്കാൻ. അപ്പോൾ ഒരു അടി ചോദിച്ചു, ഇവിടുത്തെ പ്രായമുള്ള അപ്പനും അമ്മയും ആരാ നോക്കുന്നത്? ഇവിടെയുള്ളവരെല്ലാം കെയർ ടേക്കേഴ്സ് അങ്ങോട്ട് പോകും, അവിടുത്തെ അപ്പനെ അമ്മയെ നോക്കാൻ പോകുമ്പം ഇവിടുത്തെ അപ്പനെ അമ്മയെ ആരാ നോക്കുന്നത്? എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. ശരിയല്ലേ? ഇവിടുത്തെ അപ്പനെ അമ്മ ഹോം നേഴ്സാണ് നോക്കുന്നത്. അത് മതിയോ? ദൈവത്തിന് ഞാൻ ആ ഭാഗം വിടുകയാണ്. അത് നമ്മുടെ വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നമ്മുടെ തന്നെ സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമി നമുക്കൊന്നുമില്ല. വീടായാലും കാറായാലും നന്മയായാലും ശാസ്ത്രമായാലും എല്ലാം ഇട്ടേച്ച് പോകും. നമ്മുടെ സ്വന്തമെന്ന് പറയാൻ ഇവിടെയും അവിടെയും നിത്യത്തിൽ നമുക്കുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സർവശക്തനായ ദൈവമാണ്. ഇവിടെയും കൈവിടാത്തവൻ അവിടെയും കൈവിടാത്ത ഒറ്റയാളേ ഉള്ളൂ. നമ്മുടെ ദൈവമാണെന്ന് ഉറപ്പുള്ളവർ ഒരിക്കൽ സ്വന്തം പറഞ്ഞു. അങ്ങനെ തന്നെ. ആമേൻ. മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ആകാശത്തിലേക്ക് കൈ മലർത്തി പറയാൻ തുടങ്ങി. അവൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട്, വലിയ രാജാവാണ്, മുട്ടയിൽ നിന്നുകൊണ്ട് 2 കൈയും ആകാശത്തിലേക്ക് കൈ മലർത്തി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ അധ്യായം മുഴുവൻ അവൻ കൈ മലർത്തി പറഞ്ഞ പ്രാർത്ഥനയാണ്.
ചിലർക്ക് കസറ ഇരിക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണ്. ചിലർ കാലിന്മേ വെച്ചിരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ചിലർക്കാണെങ്കിൽ ഇരുന്നുറങ്ങുന്നതാണ് അവർക്ക് ഇഷ്ടം. ചിലർക്കാണെങ്കിൽ എങ്ങനെ തീർന്നാൽ മതിയെന്നാണ് അവർക്ക് താല്പര്യം. ചിലർക്കാണെങ്കിൽ മൊബൈലിൻ്റെ അകത്ത് പുതിയ മെസ്സേജ് വല്ലതും വന്നതെന്നാണ് അവർ നോക്കുന്നത്. ചിലരാണെങ്കിൽ 24 മണിക്കൂർ കൈ കൊണ്ടിങ്ങനെ ആദ്യം കൈയുടെ സൈഡെല്ലാം ഇപ്പോൾ വലിയ തഴമ്പായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങ് ഇതിനകത്ത് തന്നെ അങ്ങ് ലയിച്ചിരിക്കുക. കുഞ്ഞെ, നീ രാജാവാണെങ്കിലും നേതാവാണെങ്കിലും ദൈവസേന വരുമ്പോൾ മുട്ട് മടക്കി കൈ മലർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. അഹങ്കാരം ഒന്ന് കുറയ്ക്ക്, നികളും ഒന്ന് കുറയ്ക്ക്. നീ വലിയ ആളാന്നുള്ള ഭാവം ഒന്ന് നിർത്തിയിട്ട് ഇന്ന് പകൽ കൈ ഒന്ന് രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ച് അമ്മേ കൈ ഒന്ന് മേപ്പോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് എംപ്റ്റി ഹാൻഡ്സ് ദൈവസേനയിൽ എൻ്റെ കർത്താവ് ഈ കരത്തിലോട്ടൊന്ന് ഇറങ്ങി വരണേ. എൻ്റെ ഈ ബലഹീനമായ കരങ്ങള് ഒന്ന് നിറയ്ക്കണേ. എൻ്റെ കൈ ഒന്ന് തൊടണേ എന്ന് നീ ഒന്ന് ഉറക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ അങ്കിളെ ഒന്ന് ഉറക്കെ പ്രാർത്ഥിക്ക്. മുട്ടുകുത്തി ആകാശത്തിലേക്ക് നോക്കി കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി ശലോമോൻ പ്രാർത്ഥിച്ചു. ഓ, എന്നെ പ്രാർത്ഥനയല്ലേ, സ്തോത്രം. ദാനിയേൽ മുട്ടുകുത്തിയാ പ്രാർത്ഥിച്ചത്, സ്തോത്രം. അമ്മ ഏലിയാവ് നിലത്തേക്ക് കുനിഞ്ഞ് തല മുട്ടിനിടയിലിട്ടാണ് പ്രാർത്ഥിച്ചത്, സ്തോത്രം. ശലോമോൻ മുട്ടുകുത്തി കൈ ഉയർത്തിയാണ്. നീ എത്ര എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു അത്രമാത്രം അനുഗ്രഹം വന്നു കയറും. പ്രാർത്ഥിച്ചെന്ന് വരുത്താൻ ആരും പ്രാർത്ഥിക്കല്ലേ, പ്രാർത്ഥിച്ചെന്ന് ഷൈൻ ചെയ്യാനും പ്രാർത്ഥിക്കല്ലേ. നിന്റെ ഹൃദയം സോഫ്റ്റ് ആയിരിക്കണം, എളിമയായിരിക്കണം. ആ പ്രാർത്ഥനയ്ക്കകത്ത് തീ കത്തും. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയത്തിന് നിന്റെ എളിമയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി ദൈവം നൽകി തരും. പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുമ്പോൾ കരഞ്ഞു കലങ്ങി കണ്ണുകളുമായിട്ടാണ് കയറുന്നതെങ്കിൽ ഇറങ്ങി വരുമ്പോൾ നിന്റെ കണ്ണുകൾ പ്രകാശിക്കും. ആമേൻ, ആമേൻ. ഹന്ന ആലയത്തിലോട്ട് കയറിയത് മനോവ്യസനത്തോടാണ്. ഇറങ്ങി വന്നപ്പോൾ ബൈബിൾ പറയുന്നു പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. ഇന്നിവിടുന്ന് യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ആത്മാ ദൂതായി പറയുന്നു, നിന്റെ മുഖം അച്ചായ വാടത്തില്ല. വാടി വന്ന നിന്റെ മുഖത്ത് ഇന്ന് പ്രകാശം വ്യാപരിക്കും. ഉറക്കൊരു സ്വന്തം ദൈവത്തെ ആരാധിച്ചു. റബല റൗഡ ജല ദല രക്ഷ സ്ഥല ദല. ആമേൻ. അടുത്ത് കേൾക്കണോ? സമയം പോയി. അടുത്ത് കേൾക്കണോ? പുരോഹിതന്മാർ കൂറുടെ ക്രമം നോക്കാതെ അവർ ദൈവത്തെ ആരാധിച്ചു. നീയാണോ വലുത്, ഞാനാണോ വലുത്? ഓരോ ദിവസവും ഓരോ കൂറുണ്ട് ആരാധനയ്ക്കായി ഞാൻ കഴിക്കാൻ. പക്ഷേ ഇവിടെ ആമേ ഈ ആരാധനാലയം പ്രതിഷ്ഠിച്ചപ്പോൾ കൂറുടെ ക്രമം അങ്ങ് തെറ്റിച്ചു. ആർക്കും വന്ന് ആരാധിക്കാതെ ക്രമമായി കൂറുകളുടെ ക്രമം നോക്കാതെ അവരാരാധിച്ചു. അടുത്ത് പറയുന്നു, എല്ലാ വാക്യമുണ്ട്, 5-12 എല്ലാ വാക്യം വായിപ്പിക്കുന്നില്ല. അടുത്ത് പറയുന്നു അവർ തന്നെത്താൻ വിശുദ്ധീകരിച്ചു. ആരാധിക്കാൻ വരുമ്പോൾ ക്രമം നോക്കല്ലേ. ആരെവിടാ ഇരിക്കും? ജിബി പറഞ്ഞല്ലോ, ആരെവിടാ ഇരിക്കുന്നത്, ആരെല്ലാം വരുന്നുണ്ട്, ആരെല്ലാം ഇരിക്കുന്നുണ്ട്, ആരെല്ലാം കൈയടിക്കുന്നുണ്ട്, ആരെല്ലാം സ്വാതന്ത്ര്യം പറഞ്ഞ് നോക്കാനല്ല നിന്നെ വിരിച്ചത്. നീ വന്ന് ദൈവത്തെ ആരാധിക്കാനാണ്. ആരാധിക്കാൻ വരുമ്പോൾ കൈയടിച്ച് സ്വാതന്ത്ര്യം പറഞ്ഞ് കൂറുകളെ ക്രമം നോക്കല്ലേ. ക്രമം നോക്കാതെ അന്ന് പറഞ്ഞാലോ നിന്റെ കൈ ഒന്ന് ചലിക്കട്ടെ, നിന്റെ നാമം ചലിക്കട്ടെ. ഓ കൂറുകളെ ക്രമം നോക്കാതെ പാസ്റ്റർമാരെന്നില്ല, വിശ്വാസികളെന്നില്ല, കമ്മിറ്റിക്കാരെന്നില്ല, സീനിയർ പാസ്റ്ററെന്നില്ല, കൂറുകളെ ക്രമം നോക്കാതെ. സീനിയറൊന്നും ജൂനിയറൊന്നുമില്ല. എനിക്കറിയത്തില്ല, ഇന്ന് ഭയങ്കര ആത്മവ്യാപാരം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സഭായം നിർത്താനൊക്കാത്തൊരു വിടുതലിന്റെ ശക്തി ഇന്ന് മതിയും അയച്ചുകൊണ്ടിരിക്കുക. അച്ഛാ ഒന്നും നോക്കാതെ ആരാധിച്ചു. ഒരു ക്രമം നോക്കണ്ട. തുള്ളെങ്കിൽ തുള്ളിക്കോ, ചാടണമെങ്കിൽ ചാടിക്കോ, ഓടണമെങ്കിൽ ഓടിക്കോ, ഡിസോർഡർ ആയിക്കോട്ടെ, എനിക്കൊരു വിഷയമല്ല. ഇവിടെ നിന്ന് തീ ഇറങ്ങണം, അതാ നമ്മുടെ വിഷയം. തീ ഇറങ്ങണം, തീ ഇറങ്ങണം. പെന്തിക്കോസ് ആരാധന തീ ഇറങ്ങുന്ന ആരാധനയായിരുന്നു. ഓ റബാ 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 റബാ, തീ ഇറങ്ങുന്ന ആരാധനയാണ് പെന്തിക്കോസിന്റെ ആരാധന. ഇത് കമ്മിറ്റി കളിക്കാനുള്ളതല്ല ആരാധന, ജനറൽ ബോഡി നടത്താനല്ല ആരാധന. അത് വേറെ ദിവസം നടത്തിക്കോളാം. ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാ. കണക്ക് വായിക്കാനുള്ളതല്ല സഭായോഗം. സഭായോഗം ദൈവത്തെ ആരാധിക്കാനുള്ളതാ, ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ളതാ ദൈവത്തിന്റെ ആരാധന.
രക്തം ജയം, രക്തം ജയം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഇന്നേക്ക് 85 വർഷത്തിന് മുമ്പേ ഞാൻ ആഞ്ഞിത്താത്ത അപ്പച്ചന്മാർ കടത്തണ്ണയിൽ, ഇന്നത്തെ ആഞ്ഞിത്താത്ത ഹോളിന്റെ ഫ്രണ്ടിൽ ഒരു കടത്തണ്ണ ഉണ്ടായിരുന്നു. ആ കടത്തണ്ണയുടെ അടപ്പെന്ന് പറയുന്നത് അമ്മയോ മെടഞ്ഞ ഓലയായിരുന്നു അതിൻ്റെ ഡോറ്. ആ മെടഞ്ഞ ഓല കൊണ്ട് ഡോർ അടച്ചിട്ട് അതിനകത്ത് ഏകദേശം 15-16 പേര് ഇരുന്ന് ആരാധിക്കുക റോഡ് സൈഡില്. അങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുണ്ടപ്പള്ളി ചാക്കോച്ച എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, മുണ്ടപ്പള്ളിക്കാരനാണ്, CSA സഭാവിശ്വാസിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബെഞ്ചമിച്ചാനൊക്കെ അറിയാം. മുണ്ടപ്പള്ളി ചാക്കോച്ച അവർ വീണ്ടും അടുക്കള താമസിക്കുന്നത്. അദ്ദേഹം റോഡിൽ കൂടെ നടന്നു പോയപ്പോൾ വലിയ ബഹളം, വലിയ ഒച്ച, വലിയ അലർച്ച. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി 10,000 പേരകത്തിരിപ്പുണ്ടെന്ന്. അതുപോലെ ശബ്ദവും ബഹളമാണ്. ഇത് എന്നാന്ന് കാണാൻ വേണ്ടി ചാക്കോച്ചാൻ അങ്ങോട്ട് കഴിഞ്ഞു ഓലയുടെ മെടയെടുത്ത് മാറ്റി എത്തി നോക്കിയപ്പോൾ 10-15 പേരേ ഉള്ളൂ. പക്ഷെ സ്പ്രിങ്ങിലാണ് നിൽക്കുന്നത്. ആമയോ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു 10 ഇരട്ടി ശബ്ദമാണ്, വലിയ ബഹളമാണ്. അദ്ദേഹം 2 മിനിറ്റ് അവിടെ നിന്ന് ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു തീ വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്തോട്ട് വീണു. അകത്ത് നിന്ന് പുള്ളി അകത്ത് കയറി, അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയത് പെന്തിക്കോസുകാരനായിട്ട് ഇറങ്ങിയത് അദ്ദേഹമാണ്. IPSയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ ഈ സന്നദ്ധ ശുശ്രൂഷകരുമായിരുന്നു. വല്ലതും പിടികിട്ടിയോ? 1000 പേര് വേണ്ട ആരാധിക്കാം. ആരാധിക്കുന്ന 10 പേര് മതി. അതിനകത്ത് ഒരുത്തം വന്നാൽ തീയാകും. ജല ജല റബ 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 തീ തീ ഫയർ. രക്തം 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 രക്തം. ഓ റബല റൗഡ ജല ഫയർ ഫയർ.
ഒരു കാര്യം ഞാൻ പറയാം, മുട്ടുകുത്തിയാൽ വിടുതല, കൈ മലർത്തിയാൽ വിടുതല, നീ താണാൽ വിടുതല. താണ നിലത്തെ നീരോടത്തുള്ളൂ. ഓർത്തോണം. നിങ്ങളാരും പഴയ പെന്തിക്കോസ് കണ്ടിട്ടില്ല, ഇപ്പോഴത്തെ ഹാഷ് ബുഷ് പെന്തിക്കോസ് കണ്ടിട്ടുള്ളൂ. പാട്ടുപാടി മൂന്നാമത്തെ സ്ഥലത്ത് എടുത്ത് പാടി താമേൻ ഓർഗന്റെ തമ്പാറിന്റെ താളം തെറ്റുമ്പോൾ ഉണർവല്ല ഉണർവ് തീ കത്തുന്നതാ. അതിന് 10,000 പേര് വേണ്ട, 1000 പേര് വേണ്ട, 2 പേര് മതി, അല്ല ഒരാൾ മതി. അവനെ തീ കത്തിക്കുന്നവൻ എന്റെ ദൈവം. ഇന്നിപ്പോ തീ ആളി കത്തുക. രക്തം ജയം. പിന്നെ പറയുന്നത് വിശുദ്ധ കടക്കാതെ പറ്റിയില്ല. പിന്നെ പറയുന്നത് മൂപ്പന്മാരെല്ലാവരും വന്ന ശേഷം ദൈവത്തെ ആരാധിക്കേണ്ട എല്ലാവരും വന്നിട്ട് വേണം. ആമേൻ. 8 മണിക്ക് യോഗം തുടങ്ങുമ്പോൾ 9 മണിക്ക് വരുമ്പോൾ നീ എല്ലാവരും വന്ന കൂട്ടത്തിലായില്ല കേട്ടോ. ക്ഷമിക്കണേ. നിങ്ങൾ ആരാധനയ്ക്ക് 7:50 പ്രാർത്ഥിച്ച് തുടങ്ങും. പ്ലീസ് കം, പ്ലീസ്. അടുത്ത ആഴ്ച തുടങ്ങി 8 മണിക്കും കയറണേ. ഇവിടെ തീ കത്തുമ്പോൾ നീ ഇവിടെ ഇല്ലാതെ പോകല്ലേ. നീ ഒന്ന് പ്ലീസ് ദയവ് ചെയ്ത് രാവിലെ ഒന്ന് എഴുന്നേക്ക്. മഴയില്ലല്ലോ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, തണുപ്പില്ലല്ലോ, ഐസ് വീഴുന്നില്ലല്ലോ, ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ, തുണിയൊന്നും മാറണ്ടല്ലോ. അമ്മയെ തണുപ്പിലെ തുണി ചൂട് തുണിയൊന്നും ഇടണ്ടല്ലോ. നിങ്ങൾക്ക് വന്നാൽ പോരായോ? വണ്ടി ഉണ്ടല്ലോ, വീട് കാർപ്പറ്റിൽ കയറിയാൽ പോരായോ? ഇങ്ങോട്ട് വന്ന് കയറിയാൽ പോരായോ? പ്ലീസ് ദയവ് ചെയ്ത് സമയത്ത് ഇവിടെ കാണണം. എല്ലാവരും തീ ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം. ആമേൻ. അടുത്തത് കണക്കില്ലാതെ എണ്ണവും കണക്കുമില്ലാതെ നീ യാഗം കഴിക്കണം. പിന്നെ കൂറുകളുടെ ക്രമം നോക്കാതെ നീ ദൈവത്തെ ആരാധിക്കണം. 4 തന്നെത്താൻ വിശദീകരിക്കണം. 5 അവർ കൈകൊട്ടി പാടി ദൈവത്തെ ആരാധിക്കണം. 6 അവർ ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിച്ചു. 7 അവർ ഉച്ചത്തിൽ പാടി. 8 യഹോവയെ മഹത്വപ്പെടുത്തി. വല്ലതും പിടികിട്ടിയോ? ആരാധിക്കാൻ വരുമ്പോൾ മൂപ്പന്മാരെല്ലാവരും വരണം. കണക്കില്ലാതെ ദൈവത്തിന് സ്തോത്രം പറയണം. ഇതിന്റെ വാക്യം വായിപ്പിക്കാൻ സമയമില്ല. 3 പുരോഹിതന്മാർ കൂറുടെ ക്രമം നോക്കാതെ നീ ദൈവത്തെ ആരാധിക്കണം. 4 തന്നെത്താൻ ശുദ്ധീകരിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. 5 കൈകൊട്ടി വേണം ദൈവത്തെ ആരാധിക്കാൻ. 6 ഒത്തൊരുമിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. 7 ഉച്ചത്തിൽ പാടി വേണം ദൈവത്തെ ആരാധിക്കാൻ. 8 യഹോവയെ ശബ്ദത്തെ സ്തുതിക്കണം. ദൈവമക്കളെ, ഇത്രയും കാര്യം നടന്നത് പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലാണ്. മനസ്സിലായോ? പഴയ നിയമത്തിൽ ആടിനെ യാഗം കഴിച്ച് കഴിക്കുന്ന ആരാധനക്ക് എൻ്റെ പ്രിയമുള്ളവരെ ഇത്രയും പരിപാടി ഉണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു ചെലവുമില്ലാതെ ആരാധിക്കാൻ നിനക്ക് ഇതിന്റെ 10 മടങ്ങ് വേണം കേട്ടോ. 10 മടങ്ങ്. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞ് 10 മടങ്ങ് വേണം ദൈവത്തെ ആരാധിക്കാൻ. ആരാധന പിടിച്ചു വെക്കല്ലേ. ഇടത്ത് മറിച്ച് ഭരിക്കുന്നതിനെ നോക്കി നീ ആരാധിക്കല്ലേ. കൈ ബന്ധിച്ചു വെക്കല്ലേ. ഇത്രയും പറഞ്ഞിട്ട് കൈ അനക്കാത്തവരുണ്ട്. നിന്റെ കൈ സ്തംഭിച്ചു പോയാൽ, നീ നിർജീവമായാൽ നീ എങ്ങനെ ആരാധിക്കും? നിന്റെ നാവിനെ ബലപ്പെടുത്തിയില്ല ദൈവം. നടക്കാൻ കായന് ബലം നൽകിയില്ലേ? ബുദ്ധി ദൈവം തന്നില്ലേ? എന്താ നിന്റെ കുഴപ്പം? ആരാധിക്കാനുള്ള കുഴപ്പം എന്നാ അച്ഛാ എന്നാ നിന്റെ കുഴപ്പം? അമ്മാമ്മ എന്നാ കുഴപ്പം? ദൈവം എല്ലാം ദോഷം ചെയ്തോ? എന്തോ ആത്മശക്തിയാന്ന് അറിയാമോ ഇന്ന് വാൾക്കാലം? ഇത്രമാത്രം ആരാധന വെളിപ്പെട്ട പഴയ നിയമ ശുശ്രൂഷ. അമേൻ. തേജസ് ഇറങ്ങിയൊരു ഭാഗം വളരെ ചുരുക്കമാണ് പഴയ നിയമത്തിൽ. ഈ ലെവലിൽ അതുപോലെ തേജസ് ഇറങ്ങി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉണർവുണ്ടാകുന്ന കാര്യമല്ല, പോകുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മുമ്പേ ആരാധനിച്ച പോലെ തന്നെ ഒരു അന്തരീക്ഷത്തിൽ കീപ്പ് ചെയ്യണം. പക്ഷെ ഗൗരവമായി പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി കേൾക്കണം. സ്തോത്രം. ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ ശലോമോനോട് ദൈവം തമ്മിൽ തന്നെ ഇറങ്ങി വന്നൊരു കാര്യം പറയാം. നമ്മളിന്ന് വായിച്ച 1 രാജാക്കളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4 മുതൽ 9 വാക്യം പെട്ടെന്ന് വായിച്ച്. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ഇത്രയും വലിയ പരിപാടി ചെയ്ത് ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ബുദ്ധിമാനായ ശലോമോനോട് ദൈവം ഒരു അഡ്വൈസ് പറയാം. നമുക്ക് ഈ അഡ്വൈസ് ഇഷ്ടമല്ലല്ലോ. ഇപ്പം കിട്ടും പിടിച്ചു എന്ന് പറയുന്നത് നമുക്കിഷ്ടം.
ഇപ്പം നിനക്ക് ലോറി കൊണ്ട് വന്നാൽ നിറച്ച് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല വിഷയം. നിന്നോട് ദൈവത്തിന് ഏത് ഉണർവിൻ്റെ നടുവിലും പറയാൻ ദൂതുണ്ട് കേട്ടോ. എത്ര കയ്യഴ മുമ്പിലും പറയാം. ഇപ്പം ആരും ഉറങ്ങല്ലേ, ആരും കണ്ണടയ്ക്കല്ലേ, ഞാൻ പറയുന്ന ഗൗരവമുള്ള കാര്യം ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ദൈവം പറഞ്ഞു ഈ ദിവസങ്ങളിൽ ദൂത് പറയണമെന്ന്. അതുകൊണ്ട് ഞാൻ ഗൗരവമായി പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം ശലോമോന് വാണിംഗ് കൊടുക്കുക. അത് വായിച്ച മോളെ. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുൻപാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകുകയില്ല എന്ന്. കേക്കട്ടെ മോനെ ശലോമോനെ, നീ ഇത്രയും വലിയ കാര്യമൊക്കെ ചെയ്തല്ലോ. പക്ഷെ നീ ഏകാഗ്രതയോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടെ ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് ശേഷം നിന്റെ രാജസ്ഥാനത്തിരിക്കാൻ നിനക്ക് സന്തതി ഇല്ലാതെ പോകത്തില്ല. നീ ഇത്രയും നേരം ചെയ്ത കാര്യം നല്ല കാര്യം. 7 വർഷം കൊണ്ട് ആലയം പണിത നല്ല കാര്യം. തീ ഇറക്കിയത് അതിനേക്കാൾ നല്ല കാര്യം. യാഗം കഴിച്ചത് അതിനേക്കാൾ നല്ല കാര്യം. പക്ഷേ സൂക്ഷിക്കണം. ഒരു 1.25 കോടി രൂപയുടെ വണ്ടിയല്ല റോഡിൽ കൂടെ പോകുന്നത്. പക്ഷേ ആ റോഡിന്റെ അടുത്തും വലത്തുമൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് സൂക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയം വഴി ഒരു സ്ഥലത്തൂടെ പോയപ്പോൾ അവിടെ ഒരു വളവിൽ വെച്ചിരുന്നു, ഇവിടെ 18 പേര് വണ്ടി അടിച്ച് ചത്ത സ്ഥലമാ, സൂക്ഷിച്ചു പോകണമെന്ന്. 18 പേരെ വണ്ടി അടിച്ച സ്ഥലമാ, സൂക്ഷിച്ചു പോകണമെന്ന്. നീ എന്നെ പരിപാടിയാട്ടാ പറയുന്നത്? എൻ്റെ വണ്ടി ഉണ്ടല്ലോ 1.25 കോടി രൂപയുടെ വണ്ടിയാ. നിന്റെ പരിപാടി ഒന്നും എനിക്ക് വേണ്ട. എനിക്കറിയാം എങ്ങനെ ഓടിക്കേണ്ടെന്ന്. അതിബുദ്ധിമാന്മാർക്കാണ് ഏറ്റവും അബദ്ധം പറ്റുന്നത്. ദൈവത്തിന്റെ നോക്കണേ, ഗവൺമെന്റ് വെച്ച നിയമങ്ങൾ മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും അത് പാലിച്ചേ ഒക്കത്തുള്ളൂ. സ്പീഡ് പോകണം, സ്പീഡ് കുറച്ച് പോകണം. കാരണം അതിന്റെ ബോർഡുകൾ വെച്ചിരിക്കുന്നത്, അതിന് ഇൻസ്ട്രക്ഷൻ, ലോ ഉണ്ട്, ട്രാഫിക് റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, അതനുസരിക്കണം. വണ്ടി വലുതായിട്ട് കാര്യമില്ല, അച്ഛാൻ വലിയ പുള്ളിയായിട്ട് കാര്യമില്ല, റൂൾ അനുസരിക്കണം. ശലോമോനെ, നീ വലിയ കാര്യം ചെയ്തു, പക്ഷേ എനിക്ക് റൂളുണ്ട്. എന്താ റൂള്? എൻ്റെ ദൈവമായ യഹോവ നീ നിർമ്മല മനസാക്ഷിയോട് സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം. അങ്ങനെ ആരാധിക്കുകയും ചെയ്താൽ ഉള്ള ഗുണം ഞാൻ പറയുന്നു. നീ ഇരുന്ന കസേരയിൽ ഇരിക്കാൻ നിനക്കൊരു തലമുറ ഞാൻ എന്ത് ചെയ്യും? തരും. പിടികെട്ടില്ലായിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം. നീ ദൈവത്തെ നിർമ്മല മനസാക്ഷിയോട് ആരാധിച്ചാൽ നിനക്ക് ശേഷം നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വാഗ്ദത്തമാ ചെയ്ത്. ഈ വാഗ്ദത്തം പൈസ കൊടുത്ത് മേടിക്കാനൊക്കത്തില്ല. ഈ വാഗ്ദത്തം ചെയ്ത് മേടിക്കണം. അടുത്ത വായിച്ചേ പെട്ടെന്ന് വായേ. ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരുപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജ്യത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി. നോക്കണേ, നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് അത് വിട്ടിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. അടുത്ത എന്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയും. എന്റെ മക്കളെ എങ്ങോട്ട് നോക്കി, നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് ഇത് വായിച്ച് പറയാൻ എനിക്ക് സമയമില്ല, പക്ഷെ ഇത് പറഞ്ഞേ എനിക്ക് പറ്റത്തുള്ളൂ. ശലോമോനെ, നീ 7 വർഷം കൊണ്ട് അതിമഹത്തായ ആലയം പണിത് വലിയ ഗോൾ അടിച്ച് നിൽക്കുക. ഞാൻ തേജസ് ഇറക്കി, നീ യാഗം കഴിച്ചു, എല്ലാം നല്ല നല്ല പെർഫോമൻസാ. പക്ഷെ ഒരു കാര്യം, നീ എൻ്റെ വഴികളും ഞാൻ നിന്റെ മുമ്പിൽ തന്ന കൽപ്പനകളും നീ പ്രമാണിക്കാതെ, അർത്ഥം കേട്ടോണം, അന്യ ദൈവങ്ങളെ പോയി സേവിച്ചാൽ നീ പണിത ആലയം ഞാൻ ഇഴിച്ച് നിരത്തിക്കളെ. വെല്ലം പിടികിട്ടി വച്ചാ കോടി 90,000 കോടി രൂപയ്ക്ക് പണിത ഈ ആലയം ദൈവത്തിന് ഒന്നുമില്ലെന്ന്
ഇതിനേക്കാൾ വലുതാ നീ ചട്ടങ്ങൾ പ്രമാണിക്കുന്നത്. ഇതിനേക്കാൾ വലുതാ നീ ദൈവത്തിന് വചനം പ്രമാണിക്കുന്നത്. പാസ്റ്ററെ, നാടോടുമ്പോ നടുവയോടുണ്ടായോ? ചേരത്തിന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുന്നുണ്ടെന്നുണ്ടായോ? വേണ്ടാച്ചാ. ബൈബിളിൽ പറയുന്നു, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം. ഓ, രക്തം ജയം. ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. അമ്പലത്തിൽ നിന്നും കിട്ടുന്ന മേടിച്ച് കഴിച്ചു. മാമോദിസയുടെ ബാക്കിയും പോയി നക്കിയേച്ചു വന്നു. പിന്നെ ചാത്തത്തിന്റെ പോയി തിന്നു. ഞായറാഴ്ച ഇങ്ങ് നിൽക്കുമല്ലേ ഓടാനും തിന്നാനും കഴിക്കാനും. ദൈവനാമത്തിൽ ഞാൻ ആത്മാവിൽ ഈ സഭയുടെ ദൂതനാ. ഞാൻ എഫോസ സഭയുടെ ദൂതൻ, സ്മുർന്ന സഭയുടെ ദൂതൻ, പെർഗമ സഭയുടെ ദൂതൻ, ഫിലദൽഫിയ സഭയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ ആ സഭയുടെ ശുശ്രൂഷകനാണ്. എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ഈ സഭ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നോട് ദൈവം കണക്ക് ചോദിക്കും. നീ ആരായാലും, നീ എത്ര വലിയ പുള്ളിയാണെങ്കിലും ഒറ്റ കാര്യമുള്ളൂ, വചനം വിട്ടു പോകാൻ പാടില്ല. ബൈബിൾ പിടിച്ചേ. ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ അനുവാദമില്ല. ഉറക്കെ സ്വന്തം മഞ്ഞൾ ബൈബിൾ താത്തു വെക്ക്. രക്തം ജയം, രക്തം ജയം. മനസ്സിലായോ? ഇത് രാജഭോഗക്കാല എഴുതിയ പുസ്തകമല്ല, ഇത് കേശവൻ പാസ്റ്റർ എഴുതിയ പുസ്തകമല്ല. സ്വർഗത്തിൽ എന്തൊക്കെ സ്ഥിരമായ പുസ്തകമാണ്. ഇതിന് വള്ളി പുള്ളി മാറ്റാൻ അനുവാദമില്ല. നീ ഏത് കെടികെട്ട് പുള്ളിയാണെങ്കിലും, നീ എത്ര കോടീശ്വരനാണെങ്കിലും, നീ എത്ര പാവപ്പെട്ടവനാണെങ്കിലും, നീ വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും ഇതനുസരിക്കണം. നിനക്കാരാ മാർഗിടുന്നേ? ദൈവം മാർഗിടുന്നേ. നിനക്ക് മാർഗിടുന്ന ആരാന്നറിയാമോ? ദൈവമാ. ഇത് വിട്ട് എന്ത് ചെയ്യല്ലേ? ഇടത്തോട്ടോ പറ പെട്ടെന്ന് സമയം പോയി. ഇടത്തോട്ടോ പറ, വലത്തോട്ടോ മാറാൻ പാടില്ല. മാറി എന്നെ ചെയ്യും? മോനെ, നീ 7 വർഷം പണ്ട് നീ ആലയമുണ്ടല്ലോ, ഞാൻ തവിട്ട് പൊടിയാക്കും. ആ ഏത് സ്ഥാനത്താണ് ഈ പള്ളി ഇരുന്നെന്ന് നാട്ടുകാർ ചോദിക്കുന്ന നിലയിൽ അത് ഞാൻ തകർത്ത് കളയും. എന്ന് പറഞ്ഞാൽ ഈ ആലയത്തെക്കാൾ ദൈവത്തിന് വലുത് നീ കൽപ്പന പ്രമാണിക്കുന്നതാണ്. തലമുറകളായി കൽപ്പന പ്രമാണിക്കണം വെച്ചാ, അല്ലെങ്കിൽ നിന്റെ പെന്തിക്കോസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സ്തോത്രം. കേട്ടല്ലോ? അത്രയും കേട്ടല്ലോ. ഇനി അടുത്താണ് പറയാൻ പോകുന്നത്. ശലോമോനെ എന്ത് ചെയ്തു? ഇതിന് ശേഷം ശലോമോൻ എന്നാ ചെയ്തേ? അത് പറയണമെങ്കിൽ 2 മണിക്കൂർ വേണം. ഞാൻ 10 മിനിറ്റ് ഒന്ന് പറഞ്ഞേച്ച് ഈ സഭായോഗത്തിൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുക. എല്ലാവരും കേൾക്കണേ. 1 രാജാക്കന്മാർ 11 1 മുതൽ 9 വരെ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നോക്കിയ നിങ്ങൾ വീട്ടിൽ പോയി വെച്ചാൽ മതി. ഇതിപ്പം ശ്രദ്ധിച്ചാൽ മതി. ശലോമോൻ ഇത്രയും പരിപാടി ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, മോനെ, അന്യദേവങ്ങളെ അടക്ക പോകല്ലേ, അന്യദേവന്മാരെ ആരാധിക്കല്ലേ, ജാതികളോടെ ഇടകാലരുത്. മഹാബുദ്ധിമാനായ ശലോമോൻ എന്നാ ചെയ്തു? അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ച് 11:1 മുതൽ 1 വായിച്ചോ? എല്ലാവരും കേട്ടാ മതി. ഇങ്ങോട്ടൊക്കെ വായിച്ചോ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ ആദ്യം പോയി കല്യാണം കഴിച്ചത് ഫറവോന്റെ മോളെയാ. ബുദ്ധി ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? എൻ്റെ അച്ഛ ഒന്ന് പറ. മുമ്പത്തെ ഉണ്ടപ്പോൾ എല്ലാം പോയല്ലോ. എൻ്റെ ദൈവമേ, ഞാനങ്ങ് ആരാധിച്ചോടങ്ങ് നിർത്തിയാൽ മതിയായിരുന്നല്ലേ? പോരായിരുന്നു. ഇതിവിടെ പറഞ്ഞിട്ട് എനിക്ക് പോകാനൊക്കത്തുള്ള വെച്ചാൽ എന്നെ ദൈവം വിടത്തില്ല. നല്ല തുടക്കത്തില്ല പൊട്ടിരി തരും പറഞ്ഞില്ലെങ്കിൽ. ആ ഒരു തീക്കകത്താണ് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കേട്ടോണേ, എന്താ ചെയ്തു? ആദ്യം കല്യാണം കഴിച്ചത് ആരെയാ? ഫറവോന്റെ മകളെ. പിന്നെ 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 പെട്ടെന്ന് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമ്മോന്യര്, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ. മിക്സഡ് ഫ്രൈഡ് റൈസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്താ
മിക്സഡ് ഫ്രൈഡ് റൈസ്, എല്ലാത്തിനും ഇച്ചിരി മുട്ട. വലിയ ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഞാൻ ആരാന്നറിയാം, ഞാൻ ഷലോമാനല്ലേ, ഷലോമാനാകുമ്പോൾ ബന്ധുത കയറുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ് ഇവിടുന്ന് കല്യാണം കഴിച്ചത്, അവിടുന്ന് കല്യാണം കഴിച്ചത്, അവരെങ്ങനെയുണ്ട്, വലിയ ഭയങ്കര പാർട്ടികളാണ്. ഏതോമിൽ നിന്നൊന്ന്, പിന്നെ മോവാബിൽ നിന്നൊന്ന്, പിന്നെ അമോര്യര്. ഒന്നാമത്തെ കല്യാണം തന്നെ തെറ്റി. അത് ആ ഫറവോന്റെ മോളെ അവിടെ തൊട്ടേ പോയി, അവിടെ തൊട്ടേ തെറ്റി. വായിച്ചേ പെട്ടെന്ന് വായിക്കേ. അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടി കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടി കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു. ദൈവം പറഞ്ഞ കാര്യം പറയട്ടാ, നീ അവരുടെ ദേവന്മാരൊക്കെ പോകല്ലേ, അവരോട് കൂടിക്കലർച്ച ആകല്ലേ, അവരോട് സംബന്ധം കൂടല്ലെന്ന് ദൈവം പറഞ്ഞ കാര്യം പറയാച്ചാ. വായിച്ച മോളെ. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക്. തുടങ്ങുമ്പോഴല്ല പ്രശ്നം, തുടങ്ങുമ്പോ നല്ല ഹണിമൂണാ, ഭയങ്കര സന്തോഷമാ, ഭയങ്കര പാൽപ്പായസമാ, വിരുന്ന് ചോറാ. അച്ഛ അന്നേരമല്ലെന്ന പരിപാടി കുറച്ച് കഴിയുമ്പോ ഹൃദയം വശീകരിച്ചു കളയും. പാവം പിടിച്ച നിന്നെ വലച്ചു കളയുമെന്ന്, നിന്റെ തലമുറ വലയ്ക്കുമെന്നാ പറഞ്ഞ്. നിങ്ങൾക്ക് എന്റെ ഗൗരവം പിന്നെ മനസ്സിലാകുന്നുണ്ട് പ്രിയമുള്ളവരെ. ഇത് പറയാതെ ഞാൻ എന്നാ ചെയ്യാനേ? എന്നോട് ദൈവം പറഞ്ഞു, നീ ഇത് സഭയിൽ ശക്തമായി പറയണമെന്ന്. എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ ഈ പറയുന്നത് കേട്ടോണം. നമ്മുടെ ഒരു ലെവലുണ്ട്, നമ്മുടെ ഒരു രീതിയുണ്ട്, നമുക്കൊരു അഭിഷേകമുണ്ട്, നമുക്കൊരു ബൈബിളുണ്ട്. അതല്ലാതെ നീ തിരിഞ്ഞാൽ ആദ്യം വിവരം അറിയത്തില്ല, അല്പം കഴിയുമ്പോ വിവരം അറിയും. അതാ ചരിത്രം. ഇടകലരുതെന്ന് പറഞ്ഞ വായിച്ചോ. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ. നീ അന്യജാതികളിൽ നിന്ന് നീ എടുത്താൽ, നീ നമ്മൾ ചില പറഞ്ഞില്ല, പാസ്റ്ററെ ഞാനൊരു ആത്മാക്കളോട് നേടാം, അല്ലെങ്കിൽ അവരെ കൂടി ഇങ്ങോട്ട്, ഒരിക്കലും നടക്കത്തില്ല. നിന്നെ കൊണ്ട് മറിയും. കാരണം ഒക്കത്തില്ല, അങ്ങനെ എൻ്റെ കടപ്പ്. ഞാനൊരു പബ്ലിക്കിൽ അങ്ങനെ പറയാൻ ഒക്കത്തില്ല എനിക്ക്. കാരണം അതിന് കുറച്ച് സൈക്കോളജിക്കൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പേഴ്സായിട്ട് ചോദിച്ചാൽ ഞാൻ പറയാം എങ്ങനെ ഇത് കൈ മറിഞ്ഞു പോകുന്നെന്ന്. കൈ വിട്ടു പോകും, കൈ മറിഞ്ഞു പോകും. എത്ര ശലോമോൻ നോക്കിയിട്ട് നടന്നില്ല, പിന്നാണ് നീയെ. ലോകത്തിലെ ഒന്നാമത്തെ ബുദ്ധിമാൻ നോക്കിയിട്ട് നടക്കാത്ത കാര്യം നിന്നെ കൊണ്ട് നടക്കുമോ വെച്ചാ? നിന്നിട്ട് ചുഴറ്റി എറിഞ്ഞു കളയും. വായിച്ചേ. അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. സ്നേഹത്താൽ. ലവ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കേട്ടപ്പോഴേ പിള്ളേർക്കൊരു സന്തോഷമായി. ഒന്നിനും പറവാസ് ലവ് അത് പിള്ളേർക്ക് വേണ്ടിയ ക്ലാസ് ഉണ്ട്, അത് പിന്നെ പറയാം. ഇപ്പൊ പബ്ലിക് പറയുന്നത് ശരിയല്ലല്ലോ. സ്നേഹത്താൽ പറ്റിച്ചേർന്നു. അടുത്തത്, അവന് 700 കുലീന പത്നികളും. എന്നാ മോളെ തെറ്റിക്കുന്നത്, ശരിക്കും വായിക്കില്ല. അവൻ 700 കുലീന പത്നികളും. ഒന്നും രണ്ടോ അല്ലടി 700. വായിച്ചോ. 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. 1000 പേര്. ഇവൻ ആരാ പുള്ളി അച്ഛാ? എൻ്റെ അപ്പ ഒന്നിനെ തന്നെ പോറ്റാൻ പ്രയാസമാണ്. ഈ 1000 പേരെ ശലോമോൻ പോറ്റെന്നൊക്കെ പറഞ്ഞ് എന്നെ പരിപാടിയാ. സത്യത്തിൽ ഇവിടുത്തെ അവാർഡുകാരൊക്കെ വന്ന് പുള്ളിക്ക് അവാർഡ് കൊടുക്കേണ്ടത്. 1000 പേരെ പോറ്റെന്നൊക്കെ പറഞ്ഞാൽ അതൊരു സംഭവം. 1000 പേരെ, 700, 300, 1000 പേര്, എല്ലാ ലെവലിൽ നിന്നും എല്ലാ കൂട്ടത്തിൽ നിന്നും ഒരു ബന്ധിത കൊണ്ടുവന്നു. അടുത്ത വായിച്ച് പെട്ടെന്ന്. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. അവിടെയാ വിഷയം. നീ അവരുടെ ഹൃദയത്തെ വശീകരിക്കത്തില്ല, അവർ നിന്റെ. അങ്ങനെ എൻ്റെ സൈക്കോളജി. സ്ത്രീകൾക്കൊക്കെ അറിഞ്ഞു പറയാനും അങ്ങനെ ഒന്ന് സൈഡാക്കാനൊക്കെ ഭയങ്കര മിടുക്കാ. നല്ല മനുഷ്യരാകട്ടോ, പക്ഷെ നമ്മളെ ഇങ്ങനെ വശതാക്കിക്കളേ. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഹൃദയം എന്ത് ചെയ്യും? പറ. വശീകരിച്ചു. മുമ്പത്തെ ഉണർവെല്ലാം പോയല്ലോ മാസ്റ്ററെ, പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ. കേട്ടോണേ, എങ്ങനാ ഇവനെ പറ്റിച്ച്? ഞാൻ ചോദിക്കട്ടെ, ഇവന് ബുദ്ധി കുറഞ്ഞിട്ടാണോ? പറഞ്ഞ ബുദ്ധി കുറഞ്ഞിട്ടാണോ വെച്ചാ?
ആന്നോ? ചിലർക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ആവശ്യമുള്ള കാര്യത്തിന് ബുദ്ധിയില്ല. അവനെ അതിനെ കിട്ടും. നമ്മുടെ ഭാഷ പക്ഷെ ബന്ധിച്ച് കളയുമെന്ന് നമ്മൾ പറയും. എൻ്റെ പാസ്റ്റർ ഞാനിങ്ങനെ ഓർത്തോർത്തിരുന്നതാ, ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതാ, പക്ഷേ അന്നേരം എന്നാന്നറിയത്തില്ല, ഒരു 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 തലകറക്കം പോലും. ചുമ്മാതാ കേട്ടോ, ചുമ്മാതാ, അഭ്യാസമാണ്. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടോ, എങ്ങനെയാണ് ബുദ്ധിമാനായ ശലോമോനെ അവൻ നോർമലാക്കി മാറ്റിയത്? വായിച്ച പോലെ വായിച്ചേ. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. എങ്ങോട്ടാ മാറ്റിയത്? അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക്. അടുത്തത്, അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ഇല്ല. അടുത്തത്, ശലോമോൻ സീദോന്യ ദേവിയായ അസ്തോരത്തിനെയും. കേട്ടോണം, ദൈവത്തിന്റെ രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേഴി വന്ന് ബുദ്ധി കൊടുത്ത ശലോമോനെ പറ്റിയ ഗതികേട് എന്താ പോലെ? ഒന്നുകൂടെ വായിച്ചേ. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തോരത്തിനെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. അടുത്ത്, തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതുമായിക്കോട്ടെ ഇതുമായിക്കോട്ടെ ഒരു പരിപാടി ദൈവത്തിനില്ല. അവിടെയും തല കാണിക്കാൻ നമ്മുടെ എല്ലാ വീട്ടുകാരും ബന്ധക്കാരും എല്ലാം നമ്മൾ വിട്ടു പോകുന്ന സൊസൈറ്റിയിലുള്ളവരാണ്. അപ്പം അവരുടെ ഓരോ പരിപാടിക്ക് നമ്മളെ വിളിക്കും. നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയാ പാസ്റ്റർ മുഷിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ പറയാം, നീ ആരാന്ന് അറിയാൻ നല്ല ചാൻസാണ്. ഞാൻ സ്നാനപ്പെട്ട ഒരാളാണ്. വിശ്വസിക്കുക, സ്നാനം കഴിഞ്ഞ് രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനമുള്ളപ്പോൾ സ്നാനപ്പെട്ട ഞാൻ നിങ്ങൾ 3 മാസമായ കുഞ്ഞിനെ മാമോദിസപ്പെടുത്തുന്ന അതിൻ്റെ ഫുഡിന് കഴിക്കത്തില്ലെന്ന് പറയാനുള്ള തൻ്റെ ഉണ്ടായിരിക്കണം കേട്ടോ. ഐ ലവ് യു ജീസസ് വന്ന് കൈ കാണിച്ചാൽ പോരാ. തൻ്റെ ഇടമാണ് പെന്തിക്കോസ്തുകാരന്. ഇത് കുഞ്ഞുകളിയല്ല കേട്ടോ, ഇത് ഗൗരവമായ കാര്യം പറയുന്നത്. എന്റെ കൊച്ചുകാലത്ത് അപ്പച്ചന്മാരൊക്കെ ഉണ്ണുണ്ണി സാറും ശ്രീക്കത്തലും പി എം വിൽപ്പൻ ജോർജ് വർഗീസും മച്ചനൊക്കെ പ്രസംഗിച്ച പ്രസംഗം ഇന്നും എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞതല്ല, അവരുടെ ഈറ്റപ്പിന് പോലെ നിന്ന്. അതുകൊണ്ടൊരു തലമുറ ജനിച്ചു വന്നത്. മായ കലർത്താൻ രാജ്യമൂക്കാലേക്ക് അധികാരമില്ല. വചനമോ സത്യമോ. തെറ്റെന്ന് മനസ്സാക്ഷിക്കകത്ത് കുത്തു വന്നാൽ പിന്നെ പോകല്ലേ അച്ഛാ, പോകല്ലേ. തലേദിവസം വെട്ടിച്ചതിന് പറയണം, അച്ഛാ ഞാൻ നാളെ വരത്തില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല, വചനത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ നിന്ന് ചിന്തിക്കും. അവൻ പിച്ചാഴ്ച നിന്നോട് സഭായത്തിന് വരും ഇവിടെ. അടുത്ത വായിച്ചേ. അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ. നിങ്ങൾ നോക്കിയേ എല്ലാവരും ശ്രദ്ധിക്കണേ, ആരും ഉറങ്ങില്ല. ഇപ്പോഴേ പ്രസംഗം നിൽക്കാൻ സമയമായി, ഇതിന്റെ പകുതി പോലും വന്നില്ല, ബാക്കി കിടക്കുന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞു നിർത്താനുള്ള ശ്രമമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടോണം. എന്ത് ചെയ്തു? അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെ എവിടെ അവൻ ആലയം പണിത്? ഉറക്കെ പറ. ദൈവത്തിന്റെ ആലയം പണിത് എവിടെ? എന്റെ പൊന്നെ ഒന്ന് ഉറക്കെ പറയച്ചാ. യെരൂശലേമിനല്ലേ അവൻ ആലയം പണിത്? അവനിപ്പോ എന്നാ ചെയ്യുവാ? യെരൂശലേമിനെതിരെയുള്ള മലയിൽ മോവാബിരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോശിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതെന്ന് 7 വർഷം കൊണ്ട് 90,000 കോടി രൂപ മുടക്കി ദൈവത്തിന് വേണ്ടി ആലയം പണിത് മുട്ടുകുത്തി ആകാശത്തിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് തേജസ് ഇറങ്ങിയ ഈ മഹാബുദ്ധിമാൻ സാത്താൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? എവിടെ ദൈവത്തിന് ആലയം പണിതോ ആലയത്തിന്റെ എതിർമലയിൽ അവൻ അന്യദേവനെ ആലയം പണിതെന്ന്. എല്ലാം പിടികിട്ടുന്നുണ്ട് അച്ഛാ. എടാ നീ എവിടെയും കൊണ്ട് മൂല കൊണ്ടുണ്ടാക്ക, എവിടെയും മൂല കൊണ്ട് നീ പണി. എന്റെ ദൈവത്തിന് തേജസ് ഇറങ്ങിയ ആലയത്തിന്റെ ഓപ്പോസിറ്റ് ആണോ നീ ഇത് പണിയാൻ വന്നിരിക്കുന്നത്? തീയറികത്താണോ നീ പരിപാടി കാണിക്കുന്നത്? ദൈവമാരാ നീ വിചാരിച്ചു? ദൈവമാരെ കളിക്കുഞ്ഞല്ല. ഈ പൊട്ടൻ, ഞാൻ ഈ ശലോമോനെ വിളിക്കുന്ന ബുദ്ധിമാൻ എന്നല്ല, പൊട്ടൻ എന്നാ.
ബുദ്ധിമാനായിരുന്നു. ആമേൻ. ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ ബാക്കി പറഞ്ഞ് നശിച്ചു പോകുന്ന മൃഗങ്ങൾക്കും തുല്യനാ. പിന്നെ എഴുതിപ്പോൾ മൃഗങ്ങളുടെ ആത്മാവ് ഏർപ്പെട്ട് പോകുന്നു, മനുഷ്യൻ്റെ ആത്മാവ് ഏർപ്പെട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു, ആർക്കറിയാം? ഇവർക്കിടെ തന്നെ പറയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങി നിൽക്കുമ്പോൾ ദൈവം നിന്നെ ഉപയോഗിക്കും. നീ പിന്മാറിയാൽ നിന്നെ ഒരു പരസ്യകോലമാക്കി ദൈവം മാറ്റും. അത് ഓർത്തോണം. എവിടെ ദൈവത്തിന് ആലയം തേജസ്സിറക്കിയോ അതിന്റെ ഓപ്പോസിറ്റ് മലയിൽ ജാതീയ ദൈവങ്ങൾക്ക് അവൻ എന്ത് ചെയ്തു? പറ പെട്ടെന്ന് പറ. പൂജാഗിരികൾ പണിതു. അടുത്ത തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. ആർക്ക് വേണ്ടി ചെയ്തേ? പറ. ഭാര്യമാർക്ക് വേണ്ടി. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെ, ക്വാർട്ടേഴ്സ് പണിത് 1000 ഒരു വില്ലാസ് പണിതു. ആരാ? ശലോമോൻ. എന്താ പണിതു? പറ. ഇനി ബൈബിളിൽ എന്നെ വഴക്കുണ്ടാക്കാൻ വന്നേക്കല്ലേ. എൻ്റെ ഒരു നിഗമനം പറയും, വില്ലാസ് പണിതു. വില്ലാസ്. എന്നിട്ട് ഒന്നാമത്തെ വില്ല ഫറവോൻ്റെ മോക്ക്, പിന്നെ രണ്ടാമത്തെ വില്ല സീതോന്യ ഭാഗത്തുനിന്ന് വന്ന സൗകര്യമാരില്ല ഈ ലൈനിൽ പറക്കണം. ഏതോന്മാരില്ല ഈ ഭാഗത്ത്, ഫിലിസ്റ്ററില്ല ആ ഭാഗത്ത്, വാർഡ് നമ്പർ A B C D എല്ലാം നമ്പർ ഇട്ട്. ബുദ്ധിമാനല്ലേ, എല്ലാം സെറ്റപ്പ് ചെയ്തു, എല്ലാം ചെയ്തു കൊടുത്തേക്കാൻ പറഞ്ഞ് എല്ലാ സൗകര്യമാരും അവിടെ താമസിപ്പിച്ചിട്ട് ഒരു ശലോമോൻ ഇതിനെ കാണാൻ വന്നു. എൻ്റെ ബൈബിളില്ല കേട്ടോ, എൻ്റെ എന്തെങ്കിലും പറയാം. കാണാൻ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച, എൻ്റെ സഹോദരന്മാരെ എന്നാ കാഴ്ച തരാമോ? ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഓരോ കൊച്ചു കുരിയാലയിരിക്കുന്നു, ഒരു കൊച്ചു ദൈവം, പിന്നെ ഇച്ചിരി എണ്ണ, പിന്നെ ഇച്ചിരി മെഴുതിരി, പിന്നെ ഇച്ചിരി പരിപാടികളൊക്കെ, ഒരു പൂജാ പരിപാടി. അടുത്തപ്പെട്ട് ചെല്ലുമ്പോൾ അവിടെ എല്ലായിടത്തും ശലോമോൻ നടന്നിടത്ത് എല്ലാം പൂജയാണ്, ദൈവത്തിൻ്റെ പേരിലൊന്നുമില്ല. ഓ, എന്നാ പരിപാടിയല്ലേ! ഇന്നിപ്പോൾ ഞാൻ ആത്മാവിൽ പറയട്ടെ, അഭിഷേകത്തിൽ നിന്ന് നിന്നെ ആമേൻ ഒരു നിന്റെ കണ്ണ് പൊട്ടിച്ച് ശിമിശോ മാവ് പൊട്ടിച്ചതുപോലെ നിന്നെ പുറകെ കൂടി അന്ധകാര ശക്തികളുണ്ട്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ നീ ജയിക്കണം. ആർക്കും തന്നെ നിൽക്കാനൊക്കത്തില്ല. കൃപയുണ്ടെങ്കിൽ മാത്രമേ അച്ഛാ നമുക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. മിടുക്കോ സാമർഥ്യമോ കാര്യമോ പണം കൊണ്ട് അച്ഛാ നിൽക്കാനൊക്കത്തില്ലെന്ന് എന്റെ കഴിഞ്ഞ 60 വർഷത്തെ കാലത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു കാഴ്ച പറയുകയാണ്. ഒത്തിരി പേര് കൈവിട്ടുപോയി. അതാ പാട്ട് ഞാൻ പറയും, എന്നിലു ഭക്തർ എന്നിലു ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. പാടണ്ട, അത്രേ ഉള്ളൂ. പാട്ട് ഞങ്ങൾക്ക് അറിയാമല്ലോ. എന്നിൽ ശക്തർ എന്നിൽ ഭക്തർ വീണ് തകർന്ന് പോർക്കളത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളം, വീഴാനൊരു സെക്കൻഡ് മതി. ബുദ്ധിമാൻ പോയെങ്കിൽ നമ്മുടെ കാര്യം എത്ര പരിതാപകരമാണ്. സംഭവിച്ചു വെക്കണമോ? തലമുറ ദൈവത്തെ വിട്ടുപോയി. അവൻ്റെ രാജാസനത്തിലിരിക്കാൻ, വാക്യം വായിക്കുന്ന സമയത്ത് രാജാസനത്തിലിരിക്കാൻ ആരുമില്ലാതെ പോയി. രാജത്വം ദൈവം എടുത്തു കളഞ്ഞു. അവൻ്റെ മകനായ രെഹോബയാം ദൈവത്തെ വിട്ടുപോയി. വാക്യം വായിപ്പിക്കുക, ദൈവത്തെ വിട്ടുപോയി. ഏറ്റവും ദുഃഖമായി എനിക്ക് തോന്നിയൊരു കാര്യം കൂടെ പറയട്ടെ. എബ്രായ ലേഖനത്തിൽ വിശ്വാസവീരന്മാരുടെ പേരെഴുതുന്ന കൂട്ടത്തിൽ ബുദ്ധിമാനായ ശലോമോൻ്റെ പേരില്ല. ബാരാക്ക്, ആമേൻ, മോശ, അവിടുത്തെ അബ്രഹാം, നോഹ, എല്ലാവരും പേരുണ്ട്. ആമേൻ.